കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് ആയിരുന്നു. അതിൻ്റെ പ്ലാന്റ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ചില റെസിസ്റ്റന്റ് മെത്തേഡ്സ്. ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ചില പ്ലാന്റ് വെറൈറ്റീസിനെ കുറിച്ചാണ്. പഠിക്കാം. ആദ്യം പഠിക്കാൻ പോകുന്നത് ഒരു ഹിന്ദി വെറൈറ്റിയെ കുറിച്ചാണ്. ഏറ്റവും ആദ്യത്തെ റെസിസ്റ്റന്റ് വെറൈറ്റി ഭിന്ദി എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി. ഭിന്ദി വെറൈറ്റി പറയുന്നതിന് മുന്നേ അത് ബ്രാസിക്ക. ആദ്യത്തെ വെറൈറ്റി ബ്രാസിക്കയെ കുറിച്ച് പറയാം. ബ്രാസിക്ക നമ്മുടെ കടുക്. കടുകിന്റെ രണ്ട് പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് ആണ്. ഒന്ന് പ്യൂസ ഗൗരവ് എന്നറിയപ്പെടും, പ്യൂസ ഗൗരവ്. മറ്റൊന്ന് പ്യൂസ A4 എന്നറിയപ്പെടും, പ്യൂസ ഗൗരവ്. അത് മാത്രം പഠിച്ചാൽ മതി. റെസിസ്റ്റന്റ് പ്ലാന്റ്സ് പ്യൂസ ഗൗരവ്. അത് റെസിസ്റ്റ് ചെയ്യുന്നത് ഏഫിഡ്സ് എന്നറിയപ്പെടുന്ന ഒരു പെസ്റ്റിനെയാണ്. അപ്പൊ ഏഫിഡ്സിനെ റെസിസ്റ്റ് ചെയ്യുന്ന ബ്രാസിക്കയുടെ വെറൈറ്റിയാണ് പ്യൂസ ഗൗരവ്. പ്യൂസ ഗൗരവ് ആരെ റെസിസ്റ്റ് ചെയ്യുന്നേ? ഏഫിഡ്സ്. നമ്മൾ കൊതുകുകൾ പറഞ്ഞ ഏഫിഡ്സ് കൊതുകുകൾ, അതിന് എബിലിറ്റി ഉണ്ട്, അത് ആ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാൻ എബിലിറ്റി ഉണ്ട്. അങ്ങനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് പ്യൂസ ഗൗരവ്. ആ വെറൈറ്റി ആ പ്ലാന്റ് വിളിച്ച പേരാണ് ബ്രാസിക്ക. അപ്പൊ ബ്രാസിക്കയുടെ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് ആണ് പ്യൂസ ഗൗരവ്. ഏത് പെസ്റ്റിനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്? ഏഫിഡ്സിനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത്. മറ്റൊന്ന് ഫ്ലാറ്റ് ബീൻ എന്നറിയപ്പെടും. ഫ്ലാറ്റ് ബീൻ. ഫ്ലാറ്റ് ബീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചതുരപ്പയർ എന്ന് പറയാറില്ലേ, തോരൻ വെക്കുന്ന ചതുരപ്പയർ. ആ ചതുരപ്പയറാണ് ഫ്ലാറ്റ് ബീൻ എന്നറിയപ്പെടുന്നത്. ഫ്ലാറ്റ് ബീന് രണ്ട് വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് പ്യൂസ സെം 2 എന്നും മറ്റൊന്ന് പ്യൂസ സെം 3 എന്നും അറിയപ്പെടും. സെം 2 അല്ല, സെം 3. അത് റെസിസ്റ്റ് ചെയ്യുന്നത് ഏഫിഡ്സിനെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ജാസിഡ്സ് എന്നറിയപ്പെടുന്ന പെസ്റ്റുകളെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഫ്രൂട്ട് ബോറേഴ്സിനെയും റെസിസ്റ്റ് ചെയ്യാറുണ്ട്. ഫ്രൂട്ട് ബോറർ. ബോറർ എന്ന് വെച്ചാൽ എന്താ? സുഷിരം ഉണ്ടാക്കുന്നവ. ഫ്രൂട്ട്സില് സുഷിരം ഉണ്ടാക്കുന്നതാണ് ഫ്രൂട്ട് ബോറേഴ്സ്. ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ എബിലിറ്റി ആർക്കുണ്ട്? പ്യൂസ സെം 2നും പ്യൂസ സെം 3ക്കും കാണപ്പെടും. പ്യൂസ സെം 2നും പ്യൂസ സെം 3ക്കും ഏഫിഡ്സിനെയും ജാസിഡ്സിനെയും ഫ്രൂട്ട് ബോറേഴ്സിനെയും റെസിസ്റ്റ് ചെയ്യുവാനുള്ള എബിലിറ്റി ഉണ്ട്. നാലാമത്തേത് ഒക്രയാണ്. നാലാമത്തേത് ഒക്ര അഥവാ ഹിന്ദി ലേഡീസ് ഫിംഗർ. ലേഡീസ് ഫിംഗർ അതിന്റെ ഒക്ര വെറൈറ്റി. അതിന്റെ ഡിസീസ് റെസിസ്റ്റ് വെറൈറ്റീസ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് പ്യൂസ സവാനി എന്നറിയപ്പെടും, പ്യൂസ സവാനി. മറ്റൊന്ന് പ്യൂസ A4 എന്നറിയപ്പെടും, പ്യൂസ A4. അത് റെസിസ്റ്റ് ചെയ്യുന്നത് ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോറേഴ്സിനെയാണ്. ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോറേഴ്സ്. ഫ്രൂട്ട് ബോറേഴ്സ്. ഇതാണ് നമ്മുടെ ഓർഗാനിസവും അവിടെ ഡിസീസ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് അല്ല പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്. ഈ ബോക്സും ഇതേപോലെ കാണാതെ പഠിച്ചാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട, വേറെ ഒരു കാര്യം നമുക്ക് അറിയണ്ട. ഇതേപോലെ കാണാൻ പഠിക്കുക. ആദ്യത്തേത് ബ്രാസിക്ക എന്നും അതിന്റെ വെറൈറ്റിയെ പ്യൂസ ഗൗരവെന്നും അത് ഏഫിഡ്സ് റെസിസ്റ്റ് ചെയ്യുന്നുവെന്നും. രണ്ടാമത്തേത് ഫ്ലാറ്റ് ബീൻ. അതിന് രണ്ട് വെറൈറ്റീസ് ഉണ്ട്. ഒന്ന് പ്യൂസ സെം 2 മറ്റൊന്ന് പ്യൂസ സെം 3. അത് ഏഫിഡ്സിനെയും ജാസിഡ്സിനെയും ഫ്രൂട്ട് ബോറേഴ്സിനെയും റെസിസ്റ്റ് ചെയ്യാറുണ്ട്. മൂന്നാമത്തേത് ഒക്രയാണ്, ഹിന്ദി വെറൈറ്റി. അത് രണ്ട് ടൈപ്പ്, പ്യൂസ സവാനി എന്നും പ്യൂസ A4 എന്നും അറിയപ്പെടും. അത് റെസിസ്റ്റ് ചെയ്യുന്നത് ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോറേഴ്സ്, സുഷിരം ഉണ്ടാക്കുന്ന ജീവജാലങ്ങൾ. അതാണ് ഷൂട്ട് ആൻഡ് ഫ്രൂട്ട് ബോറേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇതാണ് നമ്മുടെ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ്. ഈ ചാപ്റ്ററുമായിട്ട് രണ്ട് ബോക്സ് പഠിച്ചില്ലേ? ഒന്ന് ഡിസീസ് റെസിസ്റ്റന്റ് പ്ലാന്റ്സിന്റെ ബോക്സും മറ്റൊന്ന് പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സിന്റെ ബോക്സും. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം പഠിക്കാൻ. ഒരുപാട് എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ രണ്ട് പോർഷനിൽ നിന്നും. ചോദിക്കുന്നത് മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന രീതിയിലോ ആണ് നിങ്ങളടുത്ത്.
അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ രണ്ട് പോർഷൻസും പഠിക്കണം. ക്ലിയർ ആണോ? നെക്സ്റ്റ് അടുത്തത് സിംഗിൾ സെൽ പ്രോട്ടീൻ. സിംഗിൾ സെൽ പ്രോട്ടീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഔട്ട്പുട്ട് മൊത്തം കഴിഞ്ഞു. നമ്മുടെ നേച്ചേഴ്സ് ഫുൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തത് നമ്മുടെ സിംഗിൾ സെൽ പ്രോട്ടീനിലേക്ക് വരുന്നു. സിംഗിൾ സെൽ ഇനിയുള്ളതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയാണ്. സിംഗിൾ സെൽ പ്രോട്ടീനിൽ നമ്മുടെ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ എന്ത് വേണം? പ്രോട്ടീൻസ് വേണം. ഓക്കെ, ഹയർ ഔട്ട്പുട്ട് തന്നെ വേണ്ടേ? വേണമല്ലോ. നമുക്ക് പ്രോട്ടീൻസ് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഒന്ന്, പാലിൽ നിന്നും ലഭിക്കാറുണ്ട്, മുട്ടയിൽ നിന്നും ലഭിക്കാറുണ്ട്, പയറുവർഗ്ഗങ്ങളിൽ നിന്നും പ്രോട്ടീൻസ് ലഭിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയാമോ? ഏറ്റവും അധികം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പാലിൽ നിന്നുമാണ്, മിൽക്കിൽ നിന്നുമാണ്. പാല് പശുവിൽ നിന്നാണല്ലോ ലഭിക്കുന്നത്. കൂടുതലും പശുവിന്റെ പാലിൽ നിന്നുമാണ് നമുക്ക് ഹയർ ഔട്ട്പുട്ട്. ആടിൽ നിന്ന് ലഭിക്കാറുണ്ട്, പക്ഷെ കൂടുതൽ ഔട്ട്പുട്ട് പശുവിൽ നിന്നുമാണ്. ഒരു പശു അല്ലെങ്കിൽ കൗ, ഓക്കെ, അതിന് ഏകദേശം 250 കിലോഗ്രാം ഭാരം കാണും. ഏകദേശം 250 കിലോഗ്രാം ഭാരമുള്ള ഒരു പശു. അതിൽ നിന്നും ഒരു ദിവസം നമുക്ക് കിട്ടുന്നത് 200 ഗ്രാം പ്രോട്ടീനാണ്. 250 കിലോഗ്രാം ഭാരമുള്ള ഒരു പശുവിൽ നിന്നും ഒരു ദിവസം നമുക്ക് കിട്ടുന്നത് 200 ഗ്രാം പ്രോട്ടീനാണ്. അത്രേ കിട്ടുകയുള്ളൂ. പക്ഷേ ആ സ്ഥാനത്ത് 250 ഗ്രാം സിംഗിൾ സെൽ ഓർഗാനിസത്തിനെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ 250 ഗ്രാം ആണ്. 250 ഗ്രാം സിംഗിൾ സെൽ ഓർഗാനിസത്തിനെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം 25 ടൺസ് ഓഫ് പ്രോട്ടീൻസ് നമുക്ക് അറ്റൈൻ ചെയ്യും. ആ ഡിഫറൻസ് ഓർക്കുക. ഡിഫറൻസ് 250 കിലോഗ്രാം പശുവിനെ വളർത്തിയാൽ അതിൽ നിന്നും ഒരു ദിവസം നമുക്ക് കിട്ടുന്നത് 200 ഗ്രാം പ്രോട്ടീൻ മാത്രമാണ്. 200 ഗ്രാം പ്രോട്ടീൻ എത്ര കാണും? 200 ഗ്രാം പ്രോട്ടീൻ. അതില് 250 ഗ്രാം സിംഗിൾ സെൽ ഓർഗാനിസത്തിനെ കൾട്ടിവേറ്റ് ചെയ്താലോ, ഒരു സിംഗിൾ സെൽ ഓർഗാനിസം എത്ര ഗ്രാം എടുക്കുക? 250 ഗ്രാം എടുക്കുക. അതിനെ കൾട്ടിവേറ്റ് ചെയ്താൽ ഒരു ദിവസം നമുക്ക് 25 ടൺസ് ഓഫ് പ്രോട്ടീൻസ് കിട്ടും. 25 ടൺസ് ഓഫ് പ്രോട്ടീൻസ് ആണ് ലഭിക്കുന്നത്. അതില് പശുവിനെ വളർത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിന് നല്ലൊരു ബ്രീഡിനെ സെലക്ട് ചെയ്യണം, അതിന് നല്ലൊരു ഷെൽട്ടർ വേണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണം, അത് സയന്റിഫിക് മാനറിൽ പ്രൊവൈഡ് ചെയ്യണം, ഹൈജീനിക് ആയിരിക്കണം, റെഗുലർ ആയിട്ടൊരു ഡോക്ടറിന്റെ വിസിറ്റ് വേണം. അതെല്ലാം നമ്മൾ എവിടെ ശ്രദ്ധിക്കണം? പശുവിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷേ സിംഗിൾ സെൽ ഓർഗാനിസം ആണെങ്കിലോ ഇതൊന്നും വേണ്ട, ഹൈജീനിക് ആണോ നോക്കണ. കാരണം സിംഗിൾ സെൽ ഓർഗാനിസം എവിടെ വളരും? അത് സ്റ്റൂവില് കച്ചി എഴുതുന്ന ഭാഗത്ത് വളരാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സീവേജ് വാട്ടറിൽ വളരാറുണ്ട്. അവർക്ക് വളരാനായിട്ടൊരു ഹാബിറ്റ് കിട്ടിയാൽ മതി. അത് മാത്രമല്ല, സീവേജ് സ്ഥലങ്ങളിലാണ് വളരുന്നതെങ്കിൽ അവിടുത്തെ പൊല്യൂഷൻ ഏരിയ, പൊല്യൂഷൻ റേറ്റ് കുറയ്ക്കുകയും ചെയ്യും. അപ്പം ഗുണമല്ലയോ? നമ്മൾ അധികം കെയറിംഗ് ഒന്നും ആർക്ക് കൊടുക്കണ്ട, സിംഗിൾ സെൽ ഓർഗാനിസം കൊടുക്കണ്ട. കാരണം സിംഗിൾ സെൽ ഓർഗാനിസം ഡെത്ത് ഇല്ല, ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഡബിൾ ചെയ്യപ്പെടുക. അപ്പൊ ഓരോ തവണയും അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിന്റെ എമൗണ്ട് ഡബിൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് കെയറിംഗ് വേണ്ട, ഒരു റെഗുലർ ഡോക്ടറിന്റെ വിസിറ്റ് വേണ്ട, വെറ്ററിനറി ഡോക്ടറിന്റെ വിസിറ്റ് വേണ്ട, സയന്റിഫിക് ആയിട്ട് നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യണ്ട, എല്ലാ ദിവസവും പോയി രാവിലെ വൈകിട്ട് കുളിപ്പിക്കാൻ നിൽക്കണ്ട, അതിനങ്ങനെ കെയറിംഗ് കൊടുക്കണ്ട. എന്ത് മാത്രം ചെയ്താൽ മതി? വളരുവാൻ വേണ്ടി ഒരു അക്വാട്ടിക് ഹാബിറ്റാറ്റ് കൊടുത്താൽ മതി. സിംഗിൾ സെൽ ഓർഗാനിസം വളർന്നുകൊള്ളും. അപ്പം ഒരു പശുവിൽ നിന്നും പാൽ ലഭിച്ച് അതിൽ നിന്നും പ്രോട്ടീൻ ലഭിക്കുന്നതിന് നല്ലതല്ലേ ഒരു സിംഗിൾ സെൽ ഓർഗാനിസത്തിൽ നിന്നും നമുക്ക് പ്രോട്ടീൻസ് അറ്റൈൻ ചെയ്യുന്നത്? എങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് സിംഗിൾ സെൽ ഓർഗാനിസം, ഒന്നിനെ സ്പൈറുലിന എന്ന് അറിയപ്പെടും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓർഗാനിസമാണ് സ്പൈറുലിന. മറ്റൊരു ഓർഗാനിസം ഇമ്പോർട്ടന്റ് ആയി പഠിക്കുക, അടുത്ത സയന്റിഫിക് നെയിം മെത്തൈലോഫിലസ്. മെത്തൈലോഫിലസ് മെത്തൈലോട്രോപ്പസ്.
മെത്തൈലോട്രോഫസ്. സയന്റിഫിക് നെയിം ആണ് നമ്മുടെ മൂന്നാമത്തെ സയന്റിഫിക് നെയിം. ആദ്യത്തേത് നീലക്കുറിഞ്ഞി സ്ട്രോബിലാന്തസ് കുന്തിയാന, രണ്ടാമത്തേത് ഭിന്തി അഥവാ ഏബൽമോസ്കസ് എസ്കുലൻഡസ്, മൂന്നാമത്തേത് മെത്തൈലോഫിലസ് മെത്തൈലോട്രോപ്പസ് എന്നറിയപ്പെടുന്ന നമ്മുടെ സിംഗിൾ സെൽ ഓർഗാനിസം. എന്തിനു വേണ്ടി? പ്രോട്ടീൻസിനെ, പ്രോട്ടീൻ പ്രൊഡക്ഷന് വേണ്ടി സിംഗിൾ സെൽ ഓർഗാനിസത്തിനെ ഉപയോഗിക്കുന്നു. അതാണ് സിംഗിൾ സെൽ പ്രോട്ടീൻ അഥവാ SCP എന്ന് അറിയപ്പെടും. സിംഗിൾ സെൽ പ്രോട്ടീൻ അഥവാ SCP. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ ആഹാരം, പാലിന്റെയും മുട്ടയുടെയും കാര്യം നമ്മളിപ്പോൾ പറഞ്ഞേ. ആഹാരത്തിന്റെ കാര്യം ആലോചിച്ച് നോക്ക്. ഒരു ദിവസം നമ്മൾ സാധാരണ 3 നേരമെങ്കിലും കഴിക്കാറുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാറുണ്ട്, ലഞ്ച് കഴിക്കാറുണ്ട്, രാത്രി ആഹാരം കഴിക്കാറുണ്ട്, ഡിന്നർ കഴിക്കാറുണ്ട്. ഇത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ ഇടക്കാല ആശ്വാസങ്ങളും കാണും. അതെന്താ? ഇടയ്ക്കിടയ്ക്ക് പോയി അടുക്കള വഴിയൊക്കെ പോകുന്ന സമയത്ത് പലഹാരമൊക്കെ ഉണ്ടെങ്കിൽ ആ പലഹാരവും നമ്മൾ കഴിക്കും. ചില ആൾക്കാർ 4 നേരം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ 3 നേരം ആഹാരം കഴിക്കുമല്ലോ. ഈ 3 നേരം ആഹാരം കഴിക്കുന്ന സമയത്ത് കഴിക്കുന്ന ആഹാരത്തിൽ എന്ത് വേണം? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അടങ്ങിയിരിക്കണം. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്. നിങ്ങൾ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പൊറോട്ടയും ചിക്കനും എഴുതി വെച്ചാൽ മതി, അന്നേരം മണം പിടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അത്രയ്ക്ക് ആവേശമാണ് പൊറോട്ടയ്ക്കും ബീഫിനും പൊറോട്ടയ്ക്കും അതേപോലെ ചിക്കനും. പക്ഷെ പൊറോട്ട കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം നമ്മുടെ ശരീരത്തിനുണ്ടോ? ശരീരത്തിന് ഒരു ഗുണവുമില്ല. കാരണം പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള ഒന്നും അതിനകത്ത് അടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്ത് വേണം? പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അടങ്ങിയിരിക്കണം. ആ പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ഗുണം ഉണ്ടാവുകയുള്ളൂ. സപ്പോസ് പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും മൈക്രോ ന്യൂട്രിയൻസും ഒന്നും കിട്ടുന്നില്ല, വിറ്റാമിൻസ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് പല തരത്തിലുള്ള കണ്ടീഷൻസും അറ്റൈൻ ചെയ്യേണ്ടി വരും. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് മാൽ ന്യൂട്രീഷൻ. ഇത് വിളിക്കാം മാൽ ന്യൂട്രീഷൻ എന്ന് അറിയപ്പെടും. കൃത്യമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് ലഭിക്കുന്നില്ല. ഈ മാൽ ന്യൂട്രീഷനെ ഹിഡൻ ഹങ്കർ എന്നും അറിയപ്പെടാറുണ്ട്. ഹിഡൻ ഹങ്കർ. ഹങ്കർ എന്തുവാ? ഹംഗ്രി, വിശപ്പ്. ഇത് ഹിഡൻ ഹങ്കറാ, ഒളിഞ്ഞിരിക്കുകയാണ്. കാരണം വളരെ പെട്ടെന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ ആഹാരം ഒന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് അനുഭവപ്പെടും. അത് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് വിശക്കുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കും അറിയാം. ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വിശക്കുവാൻ അത് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുറയുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അറിയത്തില്ല. അതറിയാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോഴൊക്കെ നമ്മുടെ ശരീരം ഒരുപാട് അങ്ങ് ക്ഷീണിതമായിരിക്കും. അതിനെ വിളിച്ച പേരാണ് മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഹിഡൻ ഹങ്കർ. ഇന്ന് നമ്മുടെ ലോകത്ത് ഒരു 3 ബില്യൺ ആൾക്കാർ ഹിഡൻ ഹങ്കർ എന്നറിയപ്പെടുന്ന കണ്ടീഷൻ അറ്റൈൻ ചെയ്യുന്നുണ്ട്. 3 ബില്യൺ. അത്രയും ആൾക്കാർക്ക് ഇന്നും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ലഭിക്കുന്നില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ 2 ദിവസം കൂടുമ്പോൾ ആഹാരം കഴിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. 5 ദിവസം കൂടുമ്പോൾ ആഹാരം കഴിക്കുന്ന ആൾക്കാരെ കാണുവാൻ സാധിക്കും. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലുമുണ്ട് ചില വനപ്രദേശങ്ങളിലേക്ക്, ആദിവാസി കോളനികളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ അങ്ങ് ഉൾനാടുകളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ 2 ദിവസവും 3 ദിവസവും കൂടുമ്പോൾ ആഹാരം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ആ കിട്ടുന്ന ആഹാരം അതിനകത്ത് അവരുടെ ശരീരത്തിന് ആവശ്യമായുള്ള പോഷണം പോലും കാണുകയില്ല. അങ്ങനെ പോഷണം ലഭിക്കാതിരിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഹിഡൻ ഹങ്കർ അഥവാ മാൽ ന്യൂട്രീഷൻ എന്ന് അറിയപ്പെടുന്നത്. ആ ഹിഡൻ ഹങ്കറിനെ, മാൽ ന്യൂട്രീഷനൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി അഡോപ്റ്റ് ചെയ്ത ഒരു പ്രോസസ്സാണ് ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് അറിയപ്പെടും. ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്ത ഹയർ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കുക. ഒരിക്കൽ കൂടി, ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള പ്ലാന്റ്സിനെ ക്രോസ് ചെയ്യിച്ച ഹയർ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കുക. അതാണ് ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് അറിയപ്പെടുന്നത്. ആ ബയോ ഫോർട്ടിഫിക്കേഷന് 4 ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്. 4 ഒബ്ജക്റ്റീവ്സ്.
ഒന്നാമത്തത് ടു ഇംപ്രൂവ് ദി ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് പ്രോട്ടീൻ. അതിന്റെ 4 ഒബ്ജക്റ്റീവ്സ് അഥവാ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ബയോ ഫോർട്ടിഫിക്കേഷന്റെ 4 ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് പ്രോട്ടീൻസിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യണം. രണ്ടാമത്തേത് വൈറ്റമിൻസിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യണം. മൂന്നാമത്തേത് ഓയിലിന്റെ കണ്ടന്റും ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്യണം. നാലാമത്തേത് മൈക്രോ ന്യൂട്രിയൻസിന്റെയും മിനറൽസിന്റെയും കണ്ടന്റ് ഇൻക്രീസ് ചെയ്യണം, ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യണം. ഇതാണ് 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോഫോർട്ടിഫിക്കേഷൻ. 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോഫോർട്ടിഫിക്കേഷൻ. First one, to improve the quantity and quality of proteins, to improve the quantity and quality of microvitamins, to improve the quantity and quality of oils, to improve the quantity of micronutrients and minerals. ഇതാണ് നമ്മുടെ 4 ഒബ്ജക്റ്റീവ്സ് എന്നറിയപ്പെടുന്നത്. 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോഫോർട്ടിഫിക്കേഷൻ. ബയോഫോർട്ടിഫിക്കേഷൻ ഏതിന്റെയാണ്? ബയോഫോർട്ടിഫിക്കേഷന്റെ 4 ഒബ്ജക്റ്റീവ്സ്. അതിനകത്ത് മെയ്സിന്റെ ഒരു പ്രത്യേകത പഠിക്കണം. ബയോഫോർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെയ്സിൽ കാണപ്പെടുന്ന 2 അമിനോ ആസിഡുകളാണ്. ഒന്ന് ലൈസീൻ എന്നറിയപ്പെടും, മറ്റൊന്ന് ട്രിപ്റ്റോഫാൻ എന്നറിയപ്പെടും. ട്രിപ്റ്റോഫാൻ 2 അമിനോ ആസിഡുകളാണ്, ലൈസീനും ട്രിപ്റ്റോഫാനും. അതില് ബയോഫോർട്ടിഫിക്കേഷൻ കഴിഞ്ഞ മെയ്സില് ഈ ട്രൈസിന്റെയും ട്രിപ്റ്റോഫാന്റെയും എമൗണ്ട് ഡബിൾ ചെയ്യപ്പെട്ടു, ഇരട്ടിയായി മാറി. ലൈസീന്റെയും ട്രിപ്റ്റോഫാന്റെയും അളവ് ഇരട്ടിച്ചു, ഡബിൾ ചെയ്യപ്പെട്ടു. അതൊരു ഇമ്പോർട്ടന്റ് കാരണമല്ലേ? കാരണം ലൈസീനും ട്രിപ്റ്റോഫാനൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാ. അതിന്റെ അളവ് കൂടിയ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നേച്ചർ എന്ത് ചെയ്യപ്പെടും? അതിനനുസരിച്ച് എക്സ്പ്രസ് ചെയ്യപ്പെടും. മറ്റൊരു ഇമ്പോർട്ടന്റ് വേർഡ് വീറ്റുമായി ബന്ധപ്പെട്ടതാ, ഗോതമ്പുമായി ബന്ധപ്പെട്ടതാ. അതിന്റെ പേരിങ്ങനെയാണ്, അറ്റ്ലസ് 66 എന്ന് അറിയപ്പെടും. അറ്റ്ലസ് 66. പ്രത്യേകത പ്രോട്ടീൻ കണ്ടന്റ് കൂടിയ ഒരു വീറ്റ് വെറൈറ്റിയാണ് അറ്റ്ലസ് 66. പ്രോട്ടീൻ കണ്ടന്റ് കൂടിയ ഒരു വീറ്റ് വെറൈറ്റി. ഇറ്റ് ഈസ് കോൾഡ് അറ്റ്ലസ് 66 എന്ന് അറിയപ്പെടും. ഇറ്റ് ഈസ് കോൾഡ് അറ്റ്ലസ് 66. ഓക്കേ, ഇതാണ് ബയോഫോർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടത്. ഇനി അത് കൂടാതെ ബയോഫോർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് IARI ഒരുപാട് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. IARIയുടെ ഫുൾ ഫോം ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതാണ് IARI, ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്തായിരുന്നു IRRI? അത് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് IRRI. IARI ആണ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കേ, അതുവഴി വിറ്റാമിൻ എയുടെ അളവ് കൂടിയത്, വിറ്റാമിൻ സിയുടെ അളവ് കൂടിയ പ്ലാന്റ്സുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അയണിന്റെയും അതേപോലെ തന്നെ കാൽസ്യത്തിന്റെ അളവ് കൂടിയ പ്ലാന്റ്സിനെയൊക്കെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയാ? IARI. ഇതിന്റെ എക്സാമ്പിൾസ് നമുക്ക് കാണാതെ പഠിക്കണം. അത് ഞാൻ നോട്ട്സിൽ നിങ്ങൾക്ക് അയച്ചു തരാം. വിറ്റാമിൻ എയുടെ അളവ് കൂടിയ പ്ലാന്റ്സുകൾ ഏതൊക്കെയെന്നും വിറ്റാമിൻ സിയുടെ അളവ് കൂടിയ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്നും അതേപോലെ തന്നെ അയണിന്റെ അളവ് കൂടിയത്, അയണിന്റെയും കാൽസ്യത്തിന്റെ അളവ് കൂടിയത്, പ്രോട്ടീൻസിന്റെ അളവ് കൂടിയ പ്ലാന്റ്സ്, ഇത് ഞാൻ നോട്ട്സിൽ അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരാം. അത് നമുക്ക് കാണാൻ പഠിച്ചാൽ മതി. 2 എക്സാമ്പിൾ വീതമേ ഉള്ളൂ. അത് അതുപോലെ കാണാൻ പഠിക്കുക. ഓക്കെ, ഇതാണ് ബയോഫോർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്നത്. നെക്സ്റ്റ്, ടിഷ്യൂ കൾച്ചർ.
ടിഷ്യൂ കൾച്ചർ എന്ന് അറിയപ്പെടുന്നത് ഒരു മൈക്രോ പ്രൊപ്പഗേഷൻ ആണ്. എന്താണെന്ന് അറിയാമോ മൈക്രോ പ്രൊപ്പഗേഷൻ? മൈക്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോളർ സെല്ലിൽ നിന്നും അല്ലെങ്കിൽ സൈസ് കുറഞ്ഞ ഒരു ഓർഗനിൽ നിന്നും ഏറ്റവും മൈക്രോ പാർട്ടുകളിൽ നിന്നും ഒരു ഹോൾ ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ന്യൂമറസ് നമ്പർ ഓഫ് പ്ലാന്റ്സിനെ ഒരു ഷോർട്ട് ലൈഫ് ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുക. അതിനെ വിളിച്ച പേരാണ് ടിഷ്യൂ കൾച്ചർ അല്ലെങ്കിൽ മൈക്രോ പ്രൊപ്പഗേഷൻ. ന്യൂമറസ് നമ്പർ ഓഫ് പ്ലാന്റ്സ്, ഒരുപാട് പ്ലാന്റ്സിനെ വളരെ കുറച്ച് സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുക. അത് ചെറിയൊരു പാട്ടിൽ നിന്നും അതിനെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ കൾച്ചർ എന്ന് അറിയപ്പെടും. ഇറ്റ് ഈസ് കോൾഡ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചറിന്റെ ബേസിക് ഫിനോമിന എന്നറിയപ്പെടുന്നത് ടോട്ടിപൊട്ടൻസി. ബേസിക് ഫിനോമിനയാണ് ടോട്ടിപൊട്ടൻസി. It is the ability of a cell to generate into a whole plant part is called the totipotency. It is the ability of a cell, ഒരു സിംഗിൾ സെല്ലിന് ഒരു ഹോൾ പ്ലാന്റ് ആയിട്ട് മാറാൻ, ഒരു വലിയ ചെടിയായി മാറുവാനുള്ള കഴിവിനെ വിളിച്ച പേരാണ് ടോട്ടിപൊട്ടൻസി. It is the ability of a cell to generate into a whole plant part is called the totipotency. അതിനെ അറിയപ്പെടുന്ന പേരാണ് ടോട്ടിപൊട്ടൻസി എന്നത്. അങ്ങനെയെങ്കിൽ ടോട്ടിപൊട്ടൻസി വഴി എങ്ങനെയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് നോക്കാം. ഓക്കേ, എനിക്കിതാ ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്. ഒരു പ്ലാന്റ്, ആ പ്ലാന്റിലെ ഏതെങ്കിലും ഒരു പാർട്ടിനെ ഞാൻ സെലക്ട് ചെയ്യും. ഏതെങ്കിലും ഒരു ഈ പ്ലാന്റിലെ ഈ ഓർഗനെ ഇനി ഡിവൈഡ് ചെയ്യാൻ എബിലിറ്റി ഉണ്ടോ? ഒരു പ്ലാന്റിന്റെ ഓർഗന് ഡിവൈഡ് ചെയ്യാൻ എബിലിറ്റി ഉണ്ടോ? ഒരു പ്ലാന്റിന്റെ ഓർഗന് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ എബിലിറ്റി കാണത്തില്ല. കാരണം ഡിഫറൻസിയേഷൻ കഴിഞ്ഞിട്ടാണ് ഇത് ഫോം ചെയ്തത്. ഡിഫറൻസിയേഷൻ എന്ന പ്രോസസ് കഴിഞ്ഞിട്ടായിരിക്കും ഇവർ ഫോം ചെയ്തത്. നമ്മൾ പ്ലസ് 1 പഠിച്ചതാണ്. ഡിഫറൻസിയേഷൻ കഴിഞ്ഞ ഓർഗന് ഡിവിഷൻ കപ്പാസിറ്റി ഇല്ല. അതിലെ ഏതെങ്കിലും ഒരു ഓർഗനെ സെലക്ട് ചെയ്യുന്നു. ഞാനിവിടെ സെലക്ട് ചെയ്തത് ലീഫിനെയാണെന്ന് വിചാരിക്കുക. ലീഫിനെ സെലക്ട് ചെയ്തു. അപ്പൊ ഏത് പ്ലാന്റ് പാർട്ടിനെയാണോ സെലക്ട് ചെയ്തേ ആ പ്ലാന്റ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് എക്സ്പ്ലാന്റ്. ഏത് പ്ലാന്റ് പാർട്ടിനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. റൂട്ടിനെ സെലക്ട് ചെയ്യാം, സ്റ്റെമ്മിനെ സെലക്ട് ചെയ്യാം, ഫ്ലവറിനെ സെലക്ട് ചെയ്യാം, മെരിസ്റ്റംസിനെ സെലക്ട് ചെയ്യാം, ഫ്രൂട്ടിനെ സെലക്ട് ചെയ്യാം, സീഡിനെ സെലക്ട് ചെയ്യാം. ഏത് പാർട്ടിനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷെ ഏത് പാർട്ടിനെയാണോ സെലക്ട് ചെയ്യുന്നത് ആ സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് എക്സ് പ്ലാന്റ് എന്ന് അറിയപ്പെടും. സെലക്ട് ചെയ്യുന്ന പ്ലാന്റ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് എക്സ് പ്ലാന്റ്. ഈ എക്സ് പ്ലാന്റിനെ ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. കാരണം ഇറ്റ്സ് എ ഡിഫറൻഷിയേറ്റഡ് ഓർഗൻ. ഡിഫറൻഷിയേറ്റ് ചെയ്ത ഓർഗൻ ആയതുകൊണ്ട് ഡിവിഷൻ കപ്പാസിറ്റി അവർക്ക് ഇല്ല. ആ എക്സ് പ്ലാന്റിനെ ഞാനൊരു ന്യൂട്രിയന്റ് മീഡിയത്തിലേക്ക് ഡിപ്പ് ചെയ്തു. എങ്ങോട്ടേക്കാ? ഒരു ന്യൂട്രിയന്റ് മീഡിയം. ന്യൂട്രിയന്റ് മീഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൊല്യൂഷനില് ഒരു പ്ലാന്റിന് വളരുവാൻ ആവശ്യമുള്ള എല്ലാ വസ്തുക്കളും അടങ്ങിയിട്ടുണ്ട്. അവിടെ മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, സൂക്രോസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ഹോർമോൺസ് ആയ ഓക്സിൻസും സൈറ്റോകൈനും എല്ലാം ഇരിപ്പുണ്ട്. എല്ലാ മൈക്രോ ന്യൂട്രിയൻസും മിനറൽസും വൈറ്റമിൻസും ഹോർമോൺസ് ആയ ഓക്സിനും സൈറ്റോകൈനും എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ ന്യൂട്രിയന്റ് മീഡിയം എന്ന് വിളിച്ചത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ന്യൂട്രിയന്റ് മീഡിയത്തിന്റെ പേരാണ് MS മീഡിയം. ടിഷ്യൂ കൾച്ചറിന് വേണ്ടി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയമാണ് MS മീഡിയം. ആ MS മീഡിയത്തിലേക്ക് ഡിപ്പ് ചെയ്തു. ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഫറൻഷിയേറ്റഡ് ഓർഗൻ ഇപ്പം ഡിവിഷൻ കപ്പാസിറ്റി ഇല്ലല്ലോ, അത് വീണ്ടും ഡിവിഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസ് ആയിട്ട് മാറും. ഗ്രൂപ്പ് ഓഫ് ഇവരെയാണ് ഈ മീഡിയത്തിലേക്ക് ഡിപ്പ് ചെയ്തത്. ഇവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലായിരുന്നു. അതിനെ
ന്യൂട്രിയന്റ് മീഡിയത്തിൽ ഡിപ്പ് ചെയ്തപ്പോൾ വീണ്ടും അവർക്ക് ആ ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി കിട്ടി. ഈ ഗ്രൂപ്പ് ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസിനെ വിളിച്ച പേരാണ് കാലസ് എന്നറിയപ്പെടും. ഗ്രൂപ്പ് ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസിനെ അറിയപ്പെടുന്ന പേര് കാലസ് എന്നാണ്. ഗ്രൂപ്പ് ഓഫ് മെരിസ്റ്റമാറ്റിക് സെൽസിനെ അറിയപ്പെടുന്ന പേര് കാലസ്. ഈ കാലസിനെ ഡിവൈഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു അൺഡിഫറൻഷിയേറ്റഡ് ഓർഗനിൽ നിന്നും വീണ്ടും ഒരു ഡിവിഷൻ കപ്പാസിറ്റി ഉള്ള ഓർഗനായിട്ട് മാറി. ഇതിനെ വിളിച്ച പേരാണ് ഡി ഡിഫറൻസിയേഷൻ. കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചതാ ഡിഫറൻസിയേഷൻ, ഡി ഡിഫറൻസിയേഷൻ. ഡിവിഷൻ കപ്പാസിറ്റി ഇല്ലാത്ത ഓർഗനിൽ നിന്നും വീണ്ടും ഡിവിഷൻ കപ്പാസിറ്റി ഉള്ള സെല്ലായിട്ട് മാറി. അതിനെയാണ് ഡി ഡിഫറൻസിയേഷൻ. എന്നിട്ട് ഇവിടെ എത്ര സെല്ലുകളുണ്ടോ ആ ഓരോ സെല്ലും ഓരോ പ്ലാന്റ് ആയിട്ട് മാറും. ഓരോ സെല്ലും ഓരോ പ്ലാന്റ് ആയിട്ട് മാറും. ഓക്കേ, ഈ കാലസിൽ ഇപ്പോൾ 100 സെൽ ഉണ്ടെന്ന് വിചാരിക്കുക. കാലസിൽ 100 സെൽ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നും 100 പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യും. കാലസിൽ 1000 സെൽ ഉണ്ടെങ്കിൽ അവിടുന്ന് 1000 പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ എത്ര സെല്ലുണ്ടോ അത്രയും പ്ലാന്റ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നു. വീണ്ടും അത് പ്ലാന്റ് ആയിട്ട് മാറുകയാണ്. അതാണ് റീ ഡിഫറൻസിയേഷൻ. റീ ഡിഫറൻസിയേഷൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സിംഗിൾ ഓർഗൻ ആയിരുന്നു ഈ ലീഫ്. ആ ലീഫിൽ നിന്നുമാണ്, ആ ഒരു സിംഗിൾ ലീഫിൽ നിന്നുമാണ് ഏകദേശം 100ഓളം പ്ലാന്റ്സ് നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. 100ഓളം പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്തത് ഒരു സിംഗിൾ ലീഫിൽ നിന്നും. ഈ പ്രോസസ്സിനെയാണ് ടിഷ്യൂ കൾച്ചർ എന്ന് വിളിച്ചത്. ഇവിടെ നമ്മൾ എക്സ്പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്തത് ആരാ? ലീഫാണ്. അതുകൊണ്ട് തന്നെ ലീഫ് കൾച്ചർ എന്നറിയപ്പെടും. സപ്പോസ് സ്റ്റെം ആയിരുന്നുവെങ്കിലോ അത് സ്റ്റെം കൾച്ചർ ആകും. ഫ്രൂട്ട് ആണെങ്കിൽ ഫ്രൂട്ട് കൾച്ചർ, മെരിസ്റ്റംസ് ആണെങ്കിൽ മെരിസ്റ്റം കൾച്ചർ. ഓക്കെ, ഇപ്പൊ ഏത് പാർട്ടിനെയാണോ നമ്മൾ എക്സ്പ്ലാന്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് അതിനെ ആ പേരിലാണ് അറിയപ്പെടുന്നത്. അതില് മെരിസ്റ്റം കൾച്ചറിന് ഒരു പ്രത്യേകതയുണ്ട്. സപ്പോസ് ഈ പേരിന് ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസ്, അതില് മെരിസ്റ്റം കൾച്ചർ ഒഴികെ ബാക്കി ഏത് കൾച്ചർ നടത്തിയാലും ഈ പ്രോജനിക്കെല്ലാം ആ ഡിസീസ് കാണും. മെരിസ്റ്റം കൾച്ചർ ഒഴികെ ബാക്കി ഏത് കൾച്ചർ നടത്തിയാലും പ്രോജനിക്ക് പേരന്റിന്റെ ആ ഡിസീസ് കാണും. പക്ഷേ മെരിസ്റ്റം കൾച്ചർ ആണ് നടത്തുന്നതെങ്കിൽ പ്രോജനിക്ക് ഡിസീസ് കാണുകയില്ല. അപ്പോൾ ഡിസീസ് ഫ്രീ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് നടത്തിയാൽ മതി? മെരിസ്റ്റം കൾച്ചർ നടത്തിയാൽ മതി. ഡിസീസ് ഫ്രീ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുവാൻ മെരിസ്റ്റം കൾച്ചർ നടത്തുക. ഇതാണ് ടിഷ്യൂ കൾച്ചർ. ഓക്കെ, അപ്പൊ ടിഷ്യൂ കൾച്ചർ അറിയപ്പെടുന്നത് ഒരു മൈക്രോ പ്രൊപ്പഗേഷൻ അറിയപ്പെടും. കാരണം ഒരു ഷോർട്ട് ടൈം പീരീഡില് ന്യൂമറസ് നമ്പർ ഓഫ് പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ ബേസിക് ഫിനോമിനയാണ് ടോട്ടിപൊട്ടൻസി. It is the ability of a cell to generate into a whole plant. ഒരു സിംഗിൾ സെല്ലിന് ഒരു ലാർജർ ഒരു ഹോൾ പ്ലാന്റ് ആയി മാറുവാനുള്ള എബിലിറ്റി, അതിനെയാണ് ടോട്ടിപൊട്ടൻസി എന്ന് വിളിച്ചത്. അതിനുവേണ്ടി നമ്മൾ ഒരു പ്ലാന്റ് ഓർഗനെ സെലക്ട് ചെയ്യും. ഏത് ഓർഗനെയാണോ സെലക്ട് ചെയ്ത് ആ ഓർഗനെ വിളിച്ച പേരാണ് എക്സ്പ്ലാന്റ്. എക്സ്പ്ലാന്റിനെ ഒരു ന്യൂട്രിയന്റ് മീഡിയത്തിലേക്ക് ഡിപ്പ് ചെയ്യും. ന്യൂട്രിയന്റ് മീഡിയം വെച്ചാൽ ആ പ്ലാന്റിന് വളരുവാൻ ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിരിക്കും. മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, മാക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ഹോർമോൺസ് ആയ ഓക്സിൻസും സൈറ്റോകൈനും കാണപ്പെടും. അതാണ് ന്യൂട്രിയന്റ് മീഡിയം. അതില് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയമാണ് MS മീഡിയം. ഓക്കെ, ആ അതിലേക്ക് ഡിപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡിവിഷൻ കപ്പാസിറ്റി ഇല്ലാത്ത ഓർഗൻ വീണ്ടും ഡിവിഷൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആയിട്ട് മാറി. അതാണ് കാലസ്. ഓക്കെ, കാലസ് ഫോം ചെയ്ത പ്രോസസ്സിനെ ഡി ഡിഫറൻസിയേഷൻ എന്നും കാലസിൽ നിന്നും വീണ്ടും പ്ലാന്റ് ആയി മാറി അതിനെ റീ ഡിഫറൻസിയേഷൻ എന്നും അറിയപ്പെടും. ഏത് എക്സ്പ്ലാന്റിനെയാണോ സെലക്ട് ചെയ്ത് ആ പേരിലാണ് ആ ടിഷ്യൂ കൾച്ചർ അറിയപ്പെടുന്നത്. മെരിസ്റ്റംസ് ആണെങ്കിൽ മെരിസ്റ്റം കൾച്ചർ എന്നും, ലീഫ് ആണെങ്കിൽ ലീഫ് കൾച്ചർ എന്നും, റൂട്ട് ആണെങ്കിൽ റൂട്ട് കൾച്ചർ എന്നും അറിയപ്പെടും. ഫ്രൂട്ട് ആണെങ്കിൽ ഫ്രൂട്ട് കൾച്ചർ, സീഡ് ആണെങ്കിൽ സീഡ് കൾച്ചർ. അതില് മെരിസ്റ്റം കൾച്ചറിന്റെ പ്രത്യേകത വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുവാൻ ആർക്ക് സാധിക്കും? മെരിസ്റ്റം കൾച്ചറിന് സാധിക്കും. വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ കൾച്ചർ ചെയ്യുക. നമ്മൾ ഒരു പോർഷൻ പഠിപ്പിച്ചുകൊണ്ട് ആ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുകയാണ്. പോർഷന്റെ പേര് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് അറിയപ്പെടും. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ.
സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ ഒരു പ്ലാന്റിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന പ്ലാന്റ്സിൽ അല്ലെങ്കിൽ അനിമൽസിലാണെങ്കിലും അവിടെ രണ്ട് തരത്തിലുള്ള സെല്ലുകൾ കാണും. അതിലൊന്ന് സൊമാറ്റിക് സെല്ലായിരിക്കും, മറ്റൊന്ന് റീപ്രൊഡക്റ്റീവ് സെല്ലായിരിക്കും. സെക്ഷുവൽ റീപ്രൊഡക്ഷനെ സഹായിക്കുന്ന റീപ്രൊഡക്റ്റീവ് സെല്ലും ഗ്രോത്തിന് സഹായിക്കുന്ന സൊമാറ്റിക് സെൽസും കാണും. അതിൽ ഞാൻ ആദ്യം രണ്ട് പ്ലാന്റ്സിന്റെ സൊമാറ്റിക് സെൽസിനെ സെലക്ട് ചെയ്തു. അപ്പോൾ സെലക്ഷൻ ഓഫ് സൊമാറ്റിക് സെൽസ്. ആദ്യം സെലക്ഷൻ ഓഫ് സൊമാറ്റിക് സെൽസ്. അപ്പൊ രണ്ട് പ്ലാന്റ്സിന്റെ സൊമാറ്റിക് സെൽസിനെ ഞാൻ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ആ സൊമാറ്റിക് സെൽസ് എന്ന് വിചാരിക്കുക. ഇതൊരു സൊമാറ്റിക് സെൽ, എ എന്നറിയപ്പെടുന്ന പ്ലാന്റിന്റെ സൊമാറ്റിക് സെൽ. രണ്ടാമത്തത് ബി എന്നറിയപ്പെടുന്ന പ്ലാന്റിന്റെ സൊമാറ്റിക് സെൽ. രണ്ടുപേരുടെ സൊമാറ്റിക് സെല്ല് സെലക്ട് ചെയ്യും. അതിനകത്ത് അവിടെ ന്യൂക്ലിയർ മെമ്മറൈൻ ഉണ്ട്, അതിനകത്ത് സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. ഓക്കെ, ഇത്രയുമാണ് കാണുന്നത്. രണ്ടാമത് അതിന്റെ സെൽ വാളിനെ അങ്ങ് ഡൈജസ്റ്റ് ചെയ്യിക്കും, എന്ന് വെച്ചാൽ നശിപ്പിച്ചു കളയും. രണ്ടുപേരുടെയും സൊമാറ്റിക് സെല്ലിന്റെ സെൽ വാളിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. അപ്പൊ രണ്ടാമത്തത് ഡൈജഷൻ ഓഫ് സെൽ വാൾ ഓഫ് സൊമാറ്റിക് സെൽസ്. അപ്പൊ രണ്ടുപേരുടെ സൊമാറ്റിക് സെൽസിന്റെ സെൽ വാളിനെ ഡൈജസ്റ്റ് ചെയ്തു. സെൽ വാളിനെ ഡൈജസ്റ്റ് ചെയ്തപ്പോഴേ ബാക്കി എന്തേ ഉള്ളൂ? അകത്തുള്ള സെൽ മെമ്മറൈനും ന്യൂക്ലിയസും പിന്നീട് സൈറ്റോപ്ലാസം. ഇത്രയല്ലേ ഉള്ളൂ. ഏതൊക്കെയാ? ഇത് സെൽ മെമ്മറൈൻ, അകത്തുള്ളത് സൈറ്റോപ്ലാസം, പിന്നീടുള്ളത് ന്യൂക്ലിയസ്. ഈ മൂന്ന് പേരെയും കൂടി പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് വിളിച്ച്, ആ മൂന്ന് പേരെയും കൂടി ചേർത്ത് വിളിക്കാം, പ്രോട്ടോപ്ലാസ്റ്റ് വിളിക്കാം. ഒരു സെല്ലിന്റെ സെൽ മെമ്മറൈൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, മൂന്ന് പേരെയും കൂടി ചേർത്ത് വിളിച്ച പേരെന്താ? പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് അറിയപ്പെടും. ഇപ്പൊ നമുക്ക് പ്രോട്ടോപ്ലാസ്റ്റ് കിട്ടിയോ? അപ്പൊ ഈ ഡൈജഷൻ ഓഫ് സെൽ വാളിനെ നമുക്ക് മറ്റൊരു പ്രക്രിയയിലൂടെ വിളിക്കാം. ഒന്ന് ഐസൊലേഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് എന്നും വിളിക്കാം. ഐസൊലേഷൻ ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ്. സെൽ വാളിനെ നശിപ്പിച്ചുകൊണ്ട് പ്രോട്ടോപ്ലാസ്റ്റിനെ അറ്റൈൻ ചെയ്യിക്കുന്നു. സെൽ വാളിനെ നശിപ്പിച്ചത് എന്താ? ഡൈജഷൻ ഓഫ് സെൽ വാൾ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ സെൽ വാളിനെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? പ്രോട്ടോപ്ലാസ്റ്റ് കിട്ടിയേ. അപ്പൊ എന്തും വിളിക്കാം? ഐസൊലേഷൻ ഓഫ് പ്രോട്ടോപ്ലാസം എന്നും അറിയപ്പെടും. ഐസൊലേഷൻ ഓഫ് പ്രോട്ടോപ്ലാസം. ഓക്കെ, മൂന്നാമത്തത് ഇനി എന്ത് ചെയ്യും? ഇവരെ തമ്മിൽ അങ്ങ് ഫ്യൂസ് ചെയ്യിക്കും. ഓക്കെ, രണ്ടുപേരെ തമ്മിൽ ഫ്യൂസ് ചെയ്യിക്കുന്ന പ്രോസസിനെ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം. മൂന്നാമത്തെ സ്റ്റെപ്പ് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം. ആ രണ്ട് സെല്ലുകളെയും തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ സെല്ലാക്കി മാറ്റി. ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം. ഇതിനെ വിളിച്ച പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡ്. അറിയപ്പെടുന്ന പേര് സൊമാറ്റിക് ഹൈബ്രിഡ് എന്നാണ്. ഒരു എൻസൈമിന്റെ സഹായത്തോട് കൂടിയാണ് ഈ സൊമാറ്റിക് ഹൈബ്രിഡിനെ ക്രിയേറ്റ് ചെയ്തത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പൊട്ടറ്റോ അഥവാ ഉരുളക്കിഴങ്ങ്. ആ പൊട്ടറ്റോയെ ആരുമായിട്ട് കമ്പൈൻ ചെയ്തു? ടൊമാറ്റോയുമായിട്ട് കമ്പൈൻ ചെയ്തു. പൊട്ടറ്റോ ഉരുളക്കിഴങ്ങാണ്, ടൊമാറ്റോ തക്കാളിയുമാണ്. അതിനെ തമ്മിൽ നമ്മൾ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ നടത്തിയപ്പോൾ കിട്ടിയ പ്രോജനിയാണ് പൊമാറ്റോ എന്ന് അറിയപ്പെടും. പ്രത്യേകത, ഔട്ടർ വാൾ ലെയർ പൊട്ടറ്റോയെ പോലും ഇന്നർ നേച്ചർ ടൊമാറ്റോയെ പോലും കാണപ്പെടും. അതാണ് പൊമാറ്റോ എന്നറിയപ്പെടുന്ന ഓർഗാനിസം. രണ്ടും രണ്ടല്ലായിരുന്നോ? പൊട്ടറ്റോ വേറെ, ടൊമാറ്റോ വേറെ. പക്ഷെ രണ്ടുപേരെ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ നടത്തിയപ്പോൾ കിട്ടിയ പ്രോജനിയാണ് പൊമാറ്റോ. അതിന്റെ ഔട്ടർ നേച്ചർ പുറത്തുനിന്ന് നോക്കിയപ്പോൾ എങ്ങനെ കാണപ്പെടും? പൊട്ടറ്റോ എങ്ങനെയാണോ, ഉരുളക്കിഴങ്ങ് എങ്ങനെയാണോ അതേ രൂപത്തിലായിരിക്കും. പക്ഷെ കട്ട് ചെയ്ത് നോക്കുമ്പോൾ അകത്ത് തക്കാളിയുടെ, ടൊമാറ്റോയുടെ നേച്ചറുമായിരിക്കും കാണപ്പെടുന്നത്. ഈ പ്രോസസ്സിനെ വിളിച്ച പേരാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ എന്ന് അറിയപ്പെടും. പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേര് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐഡന്റിക്കൽ ഓർഗാനിസത്തിനെ, ജനറ്റിക്കലി ഐഡന്റിക്കൽ ഓർഗാനിസത്തിനെ അറിയപ്പെടുന്ന പേരാണ് സോമാ ക്ലോൺസ് എന്ന് അറിയപ്പെടും. ക്ലോൺസ് ഓൾറെഡി നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചതാ.
മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് ക്ലോൺസ്. അത് ആദ്യത്തെ ചാപ്റ്റർ പഠിച്ചതാ. സോമ ക്ലോൺസ് എന്താ? ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് സോമ ക്ലോൺസ്. തിരിഞ്ഞു പോകരുത്. ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് സോമ ക്ലോൺസ്. മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് ക്ലോൺസ്. രണ്ടും തിരിഞ്ഞു പോകുമോ? ഇല്ലല്ലോ. ഇതാണ് സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. സൊമാറ്റിക് ഹൈബ്രിഡൈസേഷൻ. ഓക്കേ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ, സ്ട്രാറ്റജീസ് ഫോർ ദി എൻഹാൻസ്മെന്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഓക്കേ, ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ ഒരു ടോപ്പിക് ഉണ്ട്, ഡയറി ഫാം മാനേജ്മെന്റ്, കന്നുകാലി പരിപാലനം. പശു വളർത്തലുമായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കേ, രണ്ടാമത്തത് ഡയറി ഫാം മാനേജ്മെന്റ്, ഫിഷസുമായി ബന്ധപ്പെട്ട് ഡയറി ഫാം പൗൾട്രി ഫാം മാനേജ്മെന്റ്, കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഇത് രണ്ടും എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ നോക്കണം. ഓക്കെ, കാരണം പശു വളർത്തലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യമാണ്. പശു വളർത്തുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പശു വളർത്തുന്നത് നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണും, അല്ലെങ്കിൽ വീടിന്റെ സമീപത്ത് കാണും. പശു വളർത്തുന്ന സമയത്ത് എന്തെല്ലാമാണ് അറിഞ്ഞിരിക്കേണ്ടത്, കോഴി വളർത്തലുമായി എന്തെല്ലാം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾ തന്നെ നോക്കി പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഒരുപക്ഷെ പോയിന്റ്സ് ഒന്നും കിട്ടിയില്ല, എഴുതാനായിട്ട് പോയിന്റ്സ് ഒന്നും കിട്ടിയില്ലാണ്ട് എന്ത് ചെയ്യുക? എന്നോട് ചോദിക്കുക, അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, ശരി.